അമ്മച്ചിക്ക് അറിയോ, പുന്നത്തറ സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. പഠിപ്പിച്ച എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്. അവരെല്ലാവരും എന്നെ വളരെ സ്നേഹത്തോടെയാണ് ഓർക്കണേ. പക്ഷെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് അവനെ നേർവഴിക്ക് കൊണ്ടാൻ പറ്റിയില്ല. ഒരു കഞ്ചാവ് വയസ്സിലകത്തായി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ ഭർത്താവ് സെബാസ്റ്റ്യൻ സാർ, അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു. മകൻ്റെ ഈ അവസ്ഥ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെയൊക്കെ തനിച്ചാക്കി അദ്ദേഹം പോയി. മകൻ ജയിലില്, ഭർത്താവ് മരിച്ചു. എൻ്റെ ഒരവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാലോ. അവൻ കുറച്ചാൾ കഴിഞ്ഞ് പുറത്തിറങ്ങി. അവനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ നിന്നില്ല. പക്ഷെ ഒരു വീട്ടില് രണ്ട് അപരിചിതരെ പോലെ ഞങ്ങൾ കുറേ നാള് താമസിച്ചു. അവൻ കാരണമാണ് അപ്പച്ചൻ മരിച്ചെന്നുള്ള കുറ്റബോധത്താൽ അവനും എനിക്കേറ്റ അപമാനം. പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ എൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട സങ്കടം ഞാൻ തകർന്നു പോയി. സത്യത്തില് മോനെ അടുത്ത് വിളിച്ചിരുത്തി ഒന്ന് മനസ്സോർന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാനൊന്ന് ചേർത്ത് പിടിച്ചു. പോട്ടെ മോനെ, സാരമില്ല, മോൻ്റെ അമ്മയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മതിയേ. പക്ഷെ അപ്പത്തെ സാഹചര്യത്തില് എൻ്റെ മനസ്സ് എനിക്ക് തന്നെ കൈവിട്ടു പോയി. എന്നിട്ട് മകനിപ്പോ എവിടെയുണ്ട് അറിയില്ല. ഒരു ദിവസം രാവിലെ കാണുമ്പോ അവനില്ല വീട്ടിൽ. എവിടേക്ക് പോയെന്ന് അറിയില്ല. ഒരു ഫോൺ കോൾ ഇല്ല, ഒരു ലെറ്റർ ഇല്ല, ഒന്നുമില്ല. ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് ഈ അമ്മ അവനെ കാത്തിരിക്കുന്നു. എൻ്റെ മോൻ വരില്ലേ ശീലാമ്മ, എൻ്റെ മോൻ വരില്ലേ? ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. ടീച്ചർ വിഷമിക്കണ്ട, അവൻ വരൂട്ടോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനെ കാത്തിരിക്കാം. അവനും കൂടി പോയ പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. സ്ലീപ്പിംഗ് പിൽസും ടെൻഷന്റെ ടാബ്ലറ്റ്സും കഴിച്ച് ഞാൻ മടുത്തു. രാത്രികളിൽ ഉറക്കമില്ല. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. എൻ്റെ മോൻ വരുമ്പോ അമ്മ നന്നായിരിക്കുന്നത് കാണണ്ടേ. അതുകൊണ്ടാണ് എന്നെ പോലെ ഒറ്റയ്ക്കായി പോയ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്.